മോള് കാര്യങ്ങൾ നന്നായി ശ്രദ്ധിച്ചു തുടങ്ങി. താങ്ക് യു അച്ഛാ. സാവധാനം എല്ലാ ജോലിയും നീ പഠിക്കുന്നുണ്ടല്ലോ മോളെ. അതെ ഭാസ്കരേട്ടാ. താങ്ക് യു അച്ഛാ. ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും മോളെ, നിനക്കും അതൊരു ശീലമാകും. ശരി അമ്മേ. അയ്യോ, കുറച്ചായിട്ട് കാർത്തിക് ഹൈലൈറ്റ് ആവുന്നുണ്ട്. എന്റെ പ്ലാൻ വർക്കൗട്ട് ആവുന്നുണ്ട്. കുട്ടികളെ റെഡിയായോ? റെഡി അച്ഛാ. ശരി വാ പോവാം. ഒരു മിനിറ്റ്, എല്ലാരും ഒന്ന് പുറത്തു വന്നേ. എന്താടാ പറ്റിയേ? കാർത്തിക ചെയ്ത നല്ല കാര്യം വന്ന് കാണാൻ. എന്താ നല്ല കാര്യമെന്ന് പറയുന്നേ? നല്ല കാര്യോ? അതെ അമ്മേ, ഞാൻ കഷ്ടപ്പെട്ട് തുണി അലക്കിയില്ലായിരുന്നോ? ആ കാര്യമാണ് ഏട്ടൻ പറയുന്നത്. ഏട്ടാ അതല്ലേ ഉദ്ദേശിച്ചേ? അത് തന്നെ. നീ തുണി എത്ര ഭംഗിയായിട്ടാ കഴുകിയെന്ന് എല്ലാവരും ഒന്ന് കാണട്ടെ. ഇവനിത് പറയുന്ന രീതി ശരിയല്ലല്ലോ. എല്ലാവരും വേഗം വന്നേ. അതെ ഏട്ടാ. എന്താ ഇത്? വെള്ള തുണിയെല്ലാം നീല കളറായി മാറിയിരിക്കുന്നു. അതാണച്ചാ ഈ കാർത്തികയുടെ ടാലന്റ്. നീ തുണി കഴുകിയതാണോ അതോ കളറിൽ മുക്കിയതാണോ? നീ എന്താ ഈ കാണിച്ചിരിക്കുന്നേ? തുണിയുടെ കളറാകെ മാറിപ്പോയല്ലോ. തുണിയിൽ അഴുക്കെല്ലാം പോയി വെള്ളയാകണമെന്നുണ്ടെങ്കിൽ ആ നീലം 2 തുള്ളി ഇടണമെന്ന് പറഞ്ഞില്ലായിരുന്നോ ആന്റി? 2 തുള്ളി നീല ഇട്ടപ്പോ ഇത്രയും കളറോ? ഇല്ല ഇടത്തി, തുണിക്ക് ഇതിലും വെണ്മ കിട്ടാനായിട്ട് ഞാൻ മുഴുവൻ നീലവും അങ്ങിട്ടു. ഇതെന്താ കാണിച്ചു കാർത്തിക? മൊത്തം ഒഴിച്ച തുണിയുടെ കളറേ മാറിപ്പോയില്ലേ? നിനക്കറിയാത്ത ജോലിയാണെങ്കിൽ മിണ്ടാതിരിക്കുന്നതിന് പകരം എന്തിനാ കാർത്തിക ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്? ഇവളെ കൊണ്ട് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ആരും കേട്ടില്ല. നല്ല ഡ്രസ്സൊക്കെ ഇങ്ങനെ നശിപ്പിച്ചല്ലോ നീ. ഇനി ഇത് ആർക്കെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ? ആവശ്യമില്ലാതെ അവളെ കൊണ്ട് പറ്റാത്ത ജോലിയൊക്കെ എടുപ്പിച്ചു. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? എന്താ മോളെ ഇത്? തുണി അലക്കാൻ അറിയില്ലെങ്കിൽ നിനക്ക് വെറുതെ ഇരുന്ന പോരായിരുന്നോ? അതിനവള് പറഞ്ഞ കേട്ടിട്ട് വേണ്ടേ? എല്ലാവരുടെയും വഴക്ക് കേൾക്കണമെന്നായിരിക്കും ഇവളുടെ വിധി. പാചകം ചെയ്യാൻ അറിയില്ല, തുണി അലക്കാൻ അറിയില്ല, പിന്നെ നിനക്ക് എന്തറിയാം കാർത്തികേ? എല്ലാം നശിപ്പിക്കുന്നതല്ലാതെ നിനക്കൊന്നും അറിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. നീ ഒന്നിനും കൊള്ളാത്തവളാ. കാർത്തിക ഒന്നും പറയല്ലേ അമ്മ. ഇത്രയും നല്ല തുണികൾ നശിപ്പിച്ചതിന് ഒന്നും പറയാതെ എങ്ങനെ ഇരിക്കാനാ വസു? ആ തുണികളെല്ലാം ഞാൻ ശരിയാക്കി തരാം അമ്മ. തുണി മുഴുവൻ നീല കളറായി. അതെങ്ങനെയാ മോളെ പോകുന്നേ? എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. അഖിൽ, നീ അടുക്കളയിൽ പോയി സ്റ്റൗവ്, സിലിണ്ടർ, പിന്നെ ഒരു വലിയ പാത്രം കൂടി കൊണ്ടുവാ. ശരി.
വീണ്ടും വെള്ള കളറാക്കി മാറ്റിയല്ലോ. വസു ചെയ്യുന്നതിൽ എന്തോ മഹത്വം ഉണ്ട് ഏട്ടാ. അങ്ങനെയൊന്നും ഇല്ല അമ്മേ, ഇതൊരു ചെറിയ പൊടിക്കയ്യാ. ഈ പൊടിക്കൈ എനിക്ക് പോലും അറിയില്ലല്ലോ വസു. വളരെ നന്നായിട്ടുണ്ട്. വസുവിന് എന്തും ചെയ്യാൻ പറ്റും. വസുന്ധര, ഗുഡ് ജോബ്. താങ്ക് യു ഏടത്തി. അവള് ചെയ്ത തെറ്റ് ഏടത്തി ശരിയാക്കി. വസുവിനെ കണ്ട് പഠിക്ക് കാർത്തികേ. വെറുതെ ഇങ്ങനെയെല്ലാം നശിപ്പിക്കരുത്. നീ എന്തിനാവശ്യമില്ലാത്ത പണിക്ക് പോയത്? പോരാത്തതിന് ദാറ്റ് ഈസ് കാർത്തിക, അങ്ങനെ ആയിരിക്കും എന്റെ ജോലി എന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചു. ഛേ, അവളെ ഹൈലൈറ്റ് ആക്കാന്ന് വിചാരിച്ചപ്പോ എന്താ ഇത്? അന്ന് ആ പാചകത്തിന്റെ കാര്യത്തിൽ ഇത് തന്നെയാ സംഭവിച്ചേ. കാർത്തിക ഞാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അവൾക്ക് ഒരുപാട് വിഷമായി കാണും. എല്ലാവരുടെയും മുമ്പിൽ എന്നെ വീണ്ടും ഇൻസൾട്ട് ചെയ്തു അല്ലേ? എന്നെ ഡീഗ്രേഡ് ചെയ്ത് ഏട്ടത്തി ഹൈലൈറ്റ് ആവുകയാണല്ലേ? ഏട്ടത്തിക്ക് ഞാൻ കാണിച്ചു തരാം. ഇനി ഒരിക്കലും നീ ഒരു ജോലിയും ചെയ്യേണ്ട മോളെ. ഭാവനയും വസുവും ചെയ്തോളും. നീ ഒരു ജോലിയും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ചെയ്യുന്നത് നശിപ്പിക്കാതിരുന്നാ മതി. നിനക്ക് പറഞ്ഞത് മനസ്സിലായല്ലോ. ഇനിയെങ്കിലും നീ ഒന്ന് അടങ്ങിയിരിക്കെ. അറിയാത്ത ജോലി ഞാൻ ചെയ്യാന്നും പറഞ്ഞും ഇങ്ങനെ വെല്ലുവിളിച്ചോണ്ട് എല്ലാം കുളമാക്കി മാറ്റില്ലേടി. അറിയാതെ തെറ്റു പറ്റിപ്പോയതല്ലേ അഖിൽ, വിട്ടേക്ക്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സമയമായിക്കൊണ്ടിരിക്കുക. നമുക്ക് പോവാം. എത്ര തവണ പറഞ്ഞിട്ട് കേട്ടില്ല. ആവശ്യമില്ലാത്ത വഴക്കം കേൾക്കുന്നുണ്ട്. എല്ലാം നിന്റെ തലവിധി. വാ. ആന്റി, ഉണ്ണി അനു കീർത്തി റെഡിയാണല്ലോ അല്ലേ? വാ, നമുക്ക് സ്കൂളിലേക്ക് പോവാം. വേദനിക്കുന്നു. കാല് വേദനിക്കുന്നു. ഉണ്ണി, 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 ഉണ്ണി. ഉണ്ണി എന്താ പറ്റിയേ? ഉണ്ണിക്ക് എന്താ പറ്റിയത് ഏട്ടാ? അയ്യോ താഴെ അമ്മേ. അയ്യോ അയ്യോ അയ്യോ. ഉണ്ണി, ഉണ്ണി, ഉണ്ണി. അഖിൽ, ഡോക്ടറെ വിളിക്കേ. ഇപ്പൊ വിളിക്കേട്ടാ.
നീ ഇങ്ങനെ പേടിക്കല്ലേ മോളെ, ഉണ്ണിക്കൊന്നും സംഭവിക്കില്ല. ഉണ്ണിക്കൊന്നും സംഭവിക്കില്ലല്ലോ അച്ഛാ. ഒന്നും സംഭവിക്കില്ല മോളെ, ധൈര്യമായിട്ടിരിക്കുക. പിന്നെ എന്താ ഉണ്ണി കണ്ണു തുറക്കാതെ അങ്ങനെ കിടക്കുന്നേ? അവൻ കണ്ടു തുറന്നോളൂ, ടെൻഷൻ ആവണ്ട. ഡോക്ടർ, ഉണ്ണി Don't worry, he is out of danger. അഞ്ച് മിനിറ്റിനുള്ളിൽ അവൻ കണ്ണു തുറക്കും. താങ്ക്സ് ഡോക്ടർ. ഈ പച്ചില വൈദ്യം ആരാ ചെയ്തത്? ഞാനാണ് ഡോക്ടർ. എന്റെ മുത്തശ്ശൻ പറഞ്ഞെന്നൊരു ഓർമ്മ വെച്ച് ചെയ്തു നോക്കിയതാ. അതെന്തായാലും നന്നായി. പച്ചില വെച്ചതുകൊണ്ട് വിഷം ശരീരം മുഴുവൻ പടരാതെ കട്ടിയായി കാലിൽ തന്നെ നിന്നു. ജീവനൊരാപത്തുമില്ല. ഇന്ന് കുട്ടിയെ പുറത്തേക്കൊന്നും അയക്കാതെ വീട്ടിൽ തന്നെ റെസ്റ്റ് എടുപ്പിക്കും. 24 hours ഒബ്സർവ് ചെയ്യണം. കണ്ണു തുറക്കുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഓക്കെ ഡോക്ടർ, താങ്ക് യു. എന്നാ ഞാൻ അറിയട്ടെ. ഉണ്ണിക്ക് ഷൂസ് ഇട്ട് കൊടുത്ത ആരാ? അത് ഞാനാ ഇട്ട് കൊടുത്തത്. കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? ആരും എന്നോട് പറഞ്ഞതല്ല, ഞാൻ തന്നെ. ഷൂ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം എന്നറിയില്ലേ? നോക്കാതെ ഇട്ട് കൊടുക്കുവാണോ? സോറി അഭിയേട്ടാ, സ്കൂളിൽ പോവാൻ സമയമായതുകൊണ്ട് ആ തിടുക്കത്തിൽ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. നീ എന്ത് ചെയ്താലും ഇങ്ങനെയാണോ ചെയ്യുന്നത് കാർത്തികേ? അന്ന് മോശമായിട്ട് പാചകം ചെയ്തു, ഇന്ന് തുണി മുഴുവൻ നശിപ്പിച്ചു. ഇപ്പോഴാണെങ്കിൽ ഉണ്ണിക്ക് ഇങ്ങനെ പറ്റി. തേളായതുകൊണ്ട് ഇത്രേ സംഭവിച്ചുള്ളൂ. ഇതൊരു പാമ്പായിരുന്നെങ്കിലോ എന്താകുമായിരുന്നു? അവളെ പറഞ്ഞിട്ട് എന്താ കാര്യം? താനെന്താ ചെയ്തോണ്ടിരുന്ന വസുന്ധര? കുട്ടികളുടെ കാര്യങ്ങൾ നോക്കേണ്ട താനല്ലേ? അത് കാർത്തിക് എന്തിനാ ഏൽപ്പിച്ചേ? ഏട്ടാ, ഇതിൽ ഏട്ടത്തിന്റെ തെറ്റൊന്നുമില്ല. കാർത്തികയെ അത് ഏറ്റെടുത്തത്. കുട്ടികളുടെ കാര്യങ്ങൾ താനാണ് നോക്കേണ്ടത്. വേറെ ആര് ചെയ്യാന്ന് പറഞ്ഞാലും സമ്മതിക്കരുത്. കുട്ടികളുടെ കാര്യമാണത്. നീ കാരണം ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. വീട്ടുജോലിയും പാചകവും വസുവും ഭാവനെ നോക്കിക്കൊള്ളും. നീ ഒന്നിലും തലയിടാതിരുന്നാ മതി. വസുന്ധര, തന്നോട് ഞാൻ വീണ്ടും പറയുക, കുട്ടികളുടെ മുഴുവൻ ഉത്തരവാദിത്വം തനിക്കാണ്. ഇനി ഒരു തവണ കൂടി ഇങ്ങനെ ആവർത്തിക്കാൻ നോക്കണം. ഉണ്ണി എപ്പോഴാ അച്ഛാ കണ്ണു തുറന്ന് നോക്കുക? കുറച്ച് കഴിയുമ്പോൾ അവൻ കണ്ണു തുറക്കും മോളെ. ഉണ്ണി ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോ സങ്കടം തോന്നുന്നു അച്ഛാ. ഉണ്ണി വളരെ നല്ല കുട്ടിയാ അച്ഛാ. പാവം ഉണ്ണിക്കിത് സംഭവിച്ചല്ലോ.
പാവം, ഉണ്ണിക്ക് നല്ല വേദനയായിരിക്കും അല്ലേ? ഉണ്ണി കണ്ണു തുറന്നു, കണ്ണു തുറന്നു. ഉണ്ണി ഉണ്ണി എനിക്ക് എന്തോ പറ്റിയാച്ചാ? നിനക്കൊന്നും സംഭവിച്ചില്ല ഉണ്ണി. ഉറക്കം വന്നു, ഉറങ്ങിപ്പോയി. ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ട് ഉണ്ണി? കുറച്ച് തലവേദനയുണ്ട്. എനിക്ക് വെള്ളം വേണോ അച്ഛാ? മോൻ കുറച്ചു നേരത്തേക്ക് വെള്ളം കുടിക്കരുത്, ഓക്കെ? ഒന്നും കഴിക്കാനും പാടില്ല. എന്താ അച്ഛാ അങ്ങനെ? മോൻ കുറച്ചു നേരം ഒന്നും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഫസ്റ്റ് ഡേ സ്കൂള് മിസ് ചെയ്തല്ലോ അച്ഛാ. പാവം, ഞാൻ കാരണം അനുവും കീർത്തിയും കൂടെ സ്കൂള് മിസ് ചെയ്തല്ലേ. ഇറ്റ്സ് ഓക്കെ ഉണ്ണി, നിന്റെ ഹെൽത്ത് ഇപ്പൊ മോശമല്ലേ? ഞങ്ങൾ ഒരു ദിവസം സ്കൂളിൽ പോയില്ലെങ്കിൽ ഒന്നുമില്ല ഉണ്ണി, നീ സുഖമായിട്ടിരിക്കെ. അച്ഛാ, അച്ഛനും ഒന്ന് ഓഫീസിൽ പോയില്ലേ? അദ്ദേഹം പോയില്ല ഉണ്ണി, നിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. സ്വന്തം അച്ഛനേക്കാൾ സ്നേഹത്തോടെ നിന്നെ നോക്കുന്ന അനുവും കീർത്തിയും പോലും നിന്റെ സ്വന്തം അനിയത്തിമാരെ പോലെ നിന്നെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞ നീ ഞാനും ഭാഗ്യം ചെയ്തവരാ ഉണ്ണി. നിനക്ക് വേണ്ടി ഇന്ന് ഞാൻ ഓഫീസിലേക്ക് പോകുന്നില്ല. സോറി അച്ഛാ, ഞാൻ ഉറങ്ങിപ്പോയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതൊന്നും സാരമില്ല ഉണ്ണി.